PSC കോച്ചിങ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ചേരിചേര ഇന്നലത്തെ ചോദ്യമാണ്, നമ്മൾ ഉത്തരം പറയാണ്. ചേരിചേര സംഘടന രൂപീകരിച്ച വർഷം 1961. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 5 ചോദ്യമാണ് ചോദിക്കുന്നത്. 2 കറണ്ട് അഫയേഴ്സും മുൻകാലങ്ങളിൽ വന്ന ഒരു 3 ചോദ്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പേപ്പർ കറൻസി ആക്ട് നിലവിൽ വന്നത് 1861 ജൂലൈ 16. 1861 ജൂലൈ 16 പേപ്പർ കറൻസി ആക്ട് നിലവിൽ വന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആര്? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആര്? കോൺവാലിസ് പ്രഭു ആണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്. കോൺവാലിസ് പ്രഭു ആണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്. ഇനി മൂന്നാമത്തെ ചോദ്യം, 2 കറണ്ട് അഫയേഴ്സ് നിങ്ങളോട് ചോദിക്കാം. ജൂലൈ 26 ആണ് കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നത്. ജൂലൈ 26 ആണ് കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, 21ാമത് ഈസ്റ്റ് ഇന്ത്യ ഏഷ്യ സമ്മിറ്റ് നടന്ന രാജ്യം. ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കാം. 21ാമത് ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് നടന്ന രാജ്യം മനില, ഫിലിപ്പീൻസിലെ മനില എന്ന് പറയുന്ന സ്ഥലത്താണ് വെച്ച് നടന്നത്. മനില ഫിലിപ്പീൻസിൽ വെച്ച് നടന്നാണ് 21ാമത് ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് നടന്ന രാജ്യം. മറന്നു പോരുത്. ഇനി നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. KP രാമനുണ്ണിക്ക് വയലാർ അവാർഡിന് അർഹമായ കൃതി. KP രാമനുണ്ണിക്ക് വയലാർ അവാർഡിന് അർഹമായ കൃതി. ഇത് നാളെ നിങ്ങൾ ഉത്തരം കമന്റ് ബോക്സിൽ ഇടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുട്ടികള് 5ാം ക്ലാസ് മുതൽ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ടെസ്റ്റ് എഴുതാനും SSCയുടെ ടെസ്റ്റ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ടെസ്റ്റ് എഴുതാനും പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോകൾ ഇടുന്നത്. പരമാവധി ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾ പരമാവധി പേര് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ശിവദാസൻ നന്ദിയാട്ട്, വൺ സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു.